نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوة والأخوات أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير وإن جاهداك على أن تشرك بي ما ليس لك به علم فلا تطيعهما وصاحبهما في الدنيا معروفا واتبع سبيل من أناب إلي ثم إلي مرجعكم فأنبئكم بما كنتم تعملون. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ അവസരങ്ങളിലും ഓർക്കുകയും അനുസരിക്കുകയും പാലിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തെ ഒന്നുകൂടെ മെച്ചപ്പെട്ടതാക്കാൻ ശ്രമിക്കണം എന്നെന്നെയും പിന്നെ നിങ്ങളെയും ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൽ ലുഖ്മാനിൽ ഈ ഓതിക്കേട്ട ആയത്തുകൾ ഏതാണ്ട് എല്ലാവർക്കും കേട്ട മാത്രയിൽ ആശയം മനസ്സിലേക്ക് വരുന്നതാണ്. ഈ ആയത്തുകളുടെ തണലിൽ നിന്നുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയുടെ ഭാഗമായി ചില സംഗതികൾ ഉണർത്തണം എന്നാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധവും മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം എന്ന വിഷയത്തിലും അതിൻ്റെ സ്ഥാനവും അതിൻ്റെ ഗൗരവവും അവരെ വേദനിപ്പിച്ചാലും വിഷമിപ്പിച്ചാലും അല്ല, അവരുടെ പ്രീതി സമ്പാദിക്കാതിരുന്നാൽ ഉണ്ടാകാവുന്ന നഷ്ടങ്ങളെക്കുറിച്ച് വാചാലമാകുന്ന ഒരു മതമാണ് ഇസ്ലാം. ഇത്രമേൽ ഈ വിഷയത്തെ ഊന്നി പറഞ്ഞ മറ്റു മതങ്ങളോ പ്രത്യയശാസ്ത്രങ്ങളോ ലോകത്തില്ല. ഗൗരവം മനസ്സിലാവണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 വിഷയങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ചേർത്ത് പറഞ്ഞത്. അത്ഫിന്റെ വാവിട്ട് അപ്പുറവും ഇപ്പുറവുമായി ഒരേ ഹുക്മ് തന്നെ നിലനിൽക്കുന്ന രൂപത്തിൽ അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണമെന്ന് പറയുമ്പോൾ വ അത്തിയുർ റസൂൽ, അള്ളാഹുവിൻ്റെ തിരുദൂതരെയും നിങ്ങൾ അനുസരിക്കണം. അഖീമുസ് സ്വലാത്ത, നമസ്കാരം നിലനിർത്തണം ഉടൻ, വ ആതുസ് സകാത്ത എന്ന് കാണുന്നുണ്ട്. അതുപോലെയാണ് അനിഷ്കുർ ലീ വലിവാലിദൈക, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും അതാണ്. ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ, നിങ്ങൾ ഷാക്കിറാണോ കഫൂറാണോ എന്നാണ് അല്ലാഹു നോക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ വ ഇൻ തഅദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ, നിങ്ങളത് എണ്ണിക്കണക്കാക്കാൻ വിചാരിച്ചാൽ, തീരുമാനിച്ചാൽ, മെനക്കെട്ടാൽ ഇല്ല, നിങ്ങൾക്കത് ക്ലിപ്തപ്പെടുത്താനാവില്ലെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അത്രമേൽ അനുഗ്രഹങ്ങളുടെ ശീതളച്ചായയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം
അതിന് നന്ദി കാണിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിനാണ് ഈ ജീവിതം. അത് മറന്നുപോയാൽ നമ്മൾ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ പെടുന്ന അവസ്ഥയുണ്ടാവും. ഫമൻ ശകറല്ലാഹ് വലം യശ്കുർ ലിവാലിദൈൻ ലം യുഖ്ബൽ മിൻഹു എന്നാണ് ഈ ചെറുത്തു പറയലിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരായ ആളുകൾ നമ്മൾ പഠിപ്പിക്കുന്നത്. ഒരാൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ആളാണ്, അള്ളാഹുവിനോട് വളരെയധികം അടുത്ത് ഇടപഴകുന്ന, അടുത്ത് ആരാധനകളൊക്കെ നിർവഹിച്ച്, പ്രാർത്ഥനകളും അതുപോലെയുള്ള ദിക്റുകളൊക്കെ നിർവഹിച്ച് പടച്ചതമ്പുരാനോട് കാണിക്കേണ്ട ബാധ്യതകളൊക്കെ നിർവഹിച്ചു പോകുന്ന ഒരാളാണ്. പക്ഷേ ആ മനുഷ്യൻ വലം യശ്കുർ ലിവാലിദൈഹി, മാതാപിതാക്കളോട് കാണിക്കേണ്ട നന്ദി കാണിക്കുന്നില്ല എങ്കിൽ, ശുക്ർ ചെയ്യുന്നില്ല എങ്കിൽ ലം യുഖ്ബൽ മിൻഹു, അയാൾ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, കൂലി ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗം കരസ്ഥമാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരനക്കവും അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട പാഠം. മാതാവും പിതാവും ജീവിച്ചിരിക്കെ ഈ കാര്യം ഓർക്കാതെ പോകുന്ന ആളുകൾ വളരെയേറെ ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പലപ്പോഴും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു. ദീനിന്റെ മർമ്മം അതാണ്. ഒരു ആളുടെ ജീവിതത്തിന്റെ ആദർശത്തിന്റെ ആണിക്കല്ലതാണ്. അള്ളാഹുവിനെ അല്ലാതെ ഇബാദത്തെടുത്തുകൂടാ. അത് പറയുകയാണ്, ഒരു നിയമം വെക്കുകയാണ്. വഖളാ റബ്ബുക, നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു, നിന്നോട് കൽപ്പിക്കുന്നു, അല്ലാ തഅ്ബുദു, നിങ്ങൾ ആരാധിച്ചു പോകരുതേ എന്ന്, ഇല്ല ഇയ്യാഹു, അവനെയല്ലാതെ, വബിൽ വാലിദൈനി ഇഹ്സാന, അവിടെ തന്നെ വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യണം. ഇഹ്സാൻ എന്ന് പറയുന്നത് കുറെ വിശദീകരിക്കേണ്ട സംഗതിയാണ്. ഈ ഒരു അവസ്ഥ എത്രയോ ഹദീസുകളിൽ അയ്യുൽ അമാൽ അഹബ്ബു ഇലല്ലാഹ് എന്ന ചോദ്യം പലപ്പോഴും പ്രവാചകൻ നേരിട്ടിട്ടുണ്ട്. സഹാബത്ത് ഒരുപാട് അഅ്മാലു സാലിഹാത്തുകൾ ചെയ്യുന്ന ആളുകളായിരുന്നു. ആ ചെയ്യുന്ന കൂട്ടത്തിൽ എപ്പോഴും സൽക്കർമ്മങ്ങളെ ചെയ്യുമ്പോ അള്ളാഹ്ക്ക് ഏറെ പ്രിയപ്പെട്ടത് ഏത്, അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ടത് ഏത്, ജീവിതത്തിൽ അത് വർദ്ധിച്ച തോതിൽ ചെയ്യാനുള്ള അവരുടെ ആഗ്രഹം കൊണ്ടുവരുന്ന സതുദ്ദേശപരമായ ചോദ്യം പ്രവാചകൻ ഒട്ടേറെ നേരിട്ടിട്ടുണ്ട്. ഒരവസരത്തിൽ പ്രവാചകൻ പറഞ്ഞു, അയ്യുൽ അഅ്മാൽ അഹബ്ബു ഇലല്ലാഹ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി അസ്സലാത്ത് അലാ വഖ്തിഹാ, കൃത്യസമയത്ത് നമസ്കരിക്കലാണത്, നമസ്കരിക്കേണ്ട സമയത്ത് നമസ്കരിക്കലാണത്. പിന്നെയോ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണത്, പുണ്യം ചെയ്യലാണത്, അവരെ സന്തോഷിപ്പിക്കലാണത്, അവർക്ക് സേവനം ചെയ്യലാണത്. പിന്നെയോ ജിഹാദുൻ ഫീ സബീലില്ലാഹ്. അങ്ങനെ അത്രമേൽ ഗൗരവത്തോടു കൂടി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് ഈ മതം നിഷ്കർഷിക്കുന്നു. അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഒരാൾ പ്രവാചകന്റെ അടുത്തേക്ക് കയറി വരുന്നു. എന്നിട്ട് പറഞ്ഞു, ഉബായുക അലൽ ഹിജ്റ വൽ ജിഹാദ്, ഞാൻ ഹിജ്റ പോരാൻ റെഡി ആയിട്ടാണ് പ്രവാചകനെ വരുന്നത്, ജിഹാദിനും ഒരുങ്ങി ആണ് ഈ വരുന്നത്. വഅബ്തഗി അൽ അജ്റ മിനല്ലാഹ്, അവിടെ ഒന്ന് അടിവരയിടുക നമ്മൾ. വഅബ്തഗി അൽ അജ്റ മിനല്ലാഹ്, പ്രവാചകരെ എനിക്ക് പടച്ചതമ്പുരാന്റെ പക്കൽ നിന്നുള്ള കൂലിയാണ് വേണ്ടത്. അപ്പൊ പ്രവാചകൻ തിരിച്ചു ചോദിച്ചു, ഫഹൽ മിൻ വാലിദൈക അഹദുൻ ഹയ്യ്, മാതാപിതാക്കളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ബൽ കിലാഹുമാ ഹയ്യ്, ബൽ കിലാഹുമാ ഹയ്യ്, രണ്ടാളും ജീവിച്ചിരിപ്പുണ്ട് നബിയെ, രണ്ടാളും ജീവിച്ചിരിപ്പുണ്ട്. പ്രവാചകൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുക, എന്നിട്ട് ഫത്തബഗി അൽ അജ്റ മിനല്ലാഹ്, ഫത്തബഗി അൽ അജ്റ മിനല്ലാഹ്, നിങ്ങൾ എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ കൂലി വേണമെന്നല്ലേ? നാം, അതെ. ഫർജി ഇലാ വാലിദൈക, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുള്ളിടത്തേക്ക് തിരിച്ചു പോകും. ഫഅഹ്സിൻ സുഹ്ബതഹുമാ, എന്നിട്ട് അവരോടൊപ്പം ഇഹ്സാനോടുകൂടി നന്നായി സഹവസിക്ക്, ഒപ്പം താമസിച്ച് അവരെ ശുശ്രൂഷിക്കുക. എന്തിനാണ് ഈ സഹാബി ഒരുങ്ങി വന്നത്? ദീനിന് വേണ്ടി ഹിജ്റ പോവാനും ജിഹാദിനും.
സഹോദരന്മാരെ, സഹോദരികളെ, പ്രിയപ്പെട്ട അനിയന്മാരെ, അനിയത്തിമാരെ, ഈ സംഭവം പഠിപ്പിക്കുന്ന എന്താണ്? അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധത്തിന് പടച്ചട്ടി അണിഞ്ഞുകൊണ്ട് പോകുന്നതിനെ അവിടെ നിർത്തിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിനക്ക് കൂലിയാണോ വേണ്ടത് എങ്കിൽ വീട്ടിലുള്ള മാതാപിതാക്കളോടൊപ്പം താമസിക്കുക, എന്നിട്ട് അവർക്ക് വേണ്ടി പുണ്യം ചെയ്യുക. ഇത് എന്താണ് ഈ സ്വഹബത്ത് എന്ന പദം? ഇപ്പോഴും ആളുകൾ നന്നായി പഠിച്ചിട്ടില്ല. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണിത്. അബൂദാവൂദ് ധരിക്കുന്നു, ജിഅ്തു ഉബായിഖാലിൽ ഹിജ്റ വതറക്തു അബൂയ ബികിയാനി, ഞാൻ ഹിജ്റക്ക് ഒരുങ്ങി പുറപ്പെട്ടു വന്നതാണ് നബിയെ. ഒരു സംഭവം കൂടി. പക്ഷേ എന്റെ മാതാപിതാക്കൾ ഞാൻ ഇറങ്ങിപ്പോരുമ്പോൾ കരയുകയാണ്. അതിനർത്ഥം എന്താണ്? അവർക്ക് എന്റെ സാന്നിധ്യം ആവശ്യമുണ്ട് എന്നവർ അവരുടെ കരച്ചിലൂടെ എനിക്ക് മെസ്സേജ് നൽകുന്നുണ്ട്. പ്രവാചകരെ, ഞാൻ അവസ്ഥയിലാണ് വന്നത്. നീ അവരിലേക്ക് തിരിച്ചു പോ. നീ അവരെ കരയിപ്പിച്ചെങ്കിൽ ആ കരയിപ്പിച്ചതിന് പകരമായി നീ അവരെ ചിരിപ്പിക്കണം ചെന്നിട്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. ഇതിൽ മാതാവും പിതാവുമുണ്ട്. മാതാവിനെ മാത്രം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു കുറച്ചുകൂടി. അപ്പോ മാതാവ് എന്ന് പറയുന്ന സന്താനങ്ങൾക്ക് വേണ്ടി ഇത്രമേൽ സഹിച്ച ആളുകൾ പിതാക്കന്മാരെക്കാൾ മാതാക്കളാണ്. സന്താനങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകളും മധുരോദരമായ ആനന്ദങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു വികാരമാണ് ഈ മാതൃത്വം എന്ന് പറയുന്നത്. അവർ നമുക്ക് വേണ്ടി സഹിക്കുന്നതൊക്കെയും അവരുടെ ജീവിതത്തിൽ ഒരു ആനന്ദമായി മാറുകയാണ്. താഴെ ക്ലാസ്സുകളിലും പാഠപുസ്തകങ്ങളിലൊക്കെ പണ്ട് കുട്ടികളുടെ സ്വഭാവം നന്നാക്കിയെടുക്കാൻ ആവശ്യമായ പാഠഭാഗങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മളുടെ പരിഷ്കാരങ്ങളുടെ മറപിടിച്ച് അത്തരം സംഗതികളൊക്കെ ചില നിക്ഷിപ്ത താല്പര്യക്കാരായ ആളുകൾ വെട്ടി മാറ്റുകയാണ്. അതുകൊണ്ട് ക്ലാസ് റൂമുകളിൽ, പ്രിൻസിപ്പലുടെ മേശയ്ക്ക് മുമ്പിൽ, അതുപോലെയുള്ള മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ നമ്മൾ ആഗ്രഹിക്കാത്ത രൂപത്തിൽ പെരുമാറുന്നോ വേദനിച്ചിട്ട് കാര്യമില്ല. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണ്ടേ. എന്നാലും ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന +2 വിദ്യാർത്ഥികളായ അറബി പഠിക്കുന്ന കുട്ടികളുടെ പാഠപുസ്തകത്തിൽ ഒരു സംഭവം പഠിപ്പിക്കുന്നുണ്ട് അറബി അധ്യാപകർ. അതൊരു സംഭവകഥയാണ്. ജപ്പാനിലുണ്ടായ ഒരു ഭൂകമ്പത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ റെസ്ക്യൂ ഓപ്പറേഷൻ ടീമോ ആരെങ്കിലും ഒക്കെ മരിക്കാതെ കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അവർ. ആ പരിശോധിക്കുന്നതിനിടയിൽ ഒരു വീടിൽ, തകർന്നടിഞ്ഞ ഒരു വീടിന്റെ ഉള്ളിൽ ഒരു സ്ത്രീയുടെ മൃതശരീരം കാണുന്നു. ആ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നതിന്റെ ക്യാപ്റ്റൻ ഒരു ഹോളിലൂടെ കൈയിട്ട് ആ സ്ത്രീയുടെ ശരീരത്തിൽ പിടിച്ചു നോക്കുമ്പോൾ അത് വിറങ്ങലിച്ചു പോയിട്ടുണ്ട്. അവർ തിരിച്ചു പോരാ, മറ്റാരെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താലോ എന്ന്. പക്ഷേ ഈ ക്യാപ്റ്റന്റെ മനസ്സിൽ ഒരു ചോദ്യം ഉദിക്കുന്നു. എന്താണ് ആ സ്ത്രീയുടെ കിടത്തം? അങ്ങനെ നമ്മൾ സുജൂദിൽ എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ എന്താണ് ആ സ്ത്രീ അവളുടെ ഉദരഭാഗത്ത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? വളരെ പ്രയാസപ്പെട്ട് അവർ തിരിച്ചുപോയി ആളുകളെ കൂട്ടിയിട്ട് ആ സ്ത്രീയുടെ ആ കിടക്കുന്ന അവസ്ഥയിലേക്ക് ചെന്നു. തടസ്സങ്ങളൊക്കെ മാറ്റി. ആ സന്ദർഭത്തിൽ അവർ ഒരു കൈ കൊണ്ട് ചേർത്തു പിടിച്ച, നല്ല ബ്ലാങ്കറ്റ് കൊണ്ട് പൊതിഞ്ഞ് ചേർത്ത് പിടിച്ച ഒരു കൈക്കുഞ്ഞുണ്ടായിരുന്നു. അതിൽ ആ കൈക്കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് 3 മാസം മാത്രം പ്രായമായ ഒരു ആൺകുട്ടിയെ സംരക്ഷിക്കുകയാണ് മരണത്തിൽ നിന്ന്. ഒരു കൈ കൊണ്ട് നിലത്തൂന്നിയിട്ട് എങ്ങനെ വീണാലും പുറത്തു വീണാലും അതിനെ സംരക്ഷിച്ച് ഈ കുട്ടിക്ക് പരിക്ക് പറ്റാതിരിക്കാനുള്ള അങ്ങേറ്റത്തെ ജാഗ്രത കാണിക്കുന്ന ഒരു മാതൃഹൃദയം. അവർക്ക് അതിൽ നിന്ന് ഒരു മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ ഒരു മെസ്സേജ് കിട്ടി. ഇഫ് യു ക്യാൻ സർവൈവ് യു മസ്റ്റ് റിമെമ്പർ ദാറ്റ് ഐ ലവ് യു വെരി മച്ച്. എന്റെ പുന്നാര മോനെ, ഈ ദുരന്തത്തിൽ നിന്ന് എന്റെ കുട്ടി എങ്ങാനും രക്ഷപ്പെട്ടാൽ ഒറ്റ കാര്യം മാത്രം എന്റെ മോൻ ഓർക്കണം. നിന്റെ ഉമ്മ നിന്നെ വല്ലാതെ സ്നേഹിച്ചിരുന്നു എന്ന്. ഈ ഒരു വികാരം, ഉമ്മയുടെ വികാരം എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട അനിയന്മാരെ, അനിയത്തിമാരെ നിങ്ങളുടെ മനസ്സിലേക്ക് എത്താത്തത്? എന്തുകൊണ്ടാണ് എത്താത്തത്? നമ്മളെ പ്രസവിക്കാൻ വേണ്ടി അവരനുഭവിച്ചിരുന്ന വല്ലാത്തൊരു ഒരു വേദനയുണ്ട്. അതിങ്ങനെ വെറുതെ വേദന എന്ന് പറഞ്ഞാൽ പോരാ. ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ.
പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം സഹിച്ചുകൊണ്ട് ഉമ്മ ഗർഭം ധരിച്ചു. 9 മാസവും 9 ദിവസവും എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. 10 മാസം ചുമന്നു. എന്നിട്ട് ആ 10 മാസം ചുമന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ, അങ്ങേറ്റത്തെ പ്രയാസത്തോടു കൂടി. സയൻസ് നമ്മളത് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ബയോളജി പഠിക്കുന്ന കുട്ടികൾ ഈ ഒരു സംഭവം പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഒരു മനുഷ്യന് സഹിക്കാവുന്ന വേദനയുടെ പരമകാഷ്ഠ 45 ഡെല്ലാണ്. അതിനപ്പുറം സഹിക്കാൻ കഴിയില്ല. എന്നാൽ 57 ഡെല്ലാണ് പ്രസവ സമയത്ത് ഒരു പെണ്ണ് അനുഭവിക്കുന്നത് എന്ന്. 20 അസ്ഥികൾ ഒരുമിച്ച് പൊട്ടുന്ന ഈ വേദന അനുഭവിച്ചുകൊണ്ട് ഉമ്മമാർ പ്രസവിച്ചിട്ടവരാണ് ഞാനും നിങ്ങളും. പക്ഷേ നമ്മളുടെ കരച്ചിൽ കേട്ടപ്പോ ആ ഉമ്മയുടെ ആ വേദന എങ്ങോ പോയില്ലേ. എന്നിട്ട് അവർ നമുക്ക് വേണ്ടി ഇങ്ങനെ കാത്തുകെട്ടിയിരുന്നു. കരയല്ലേ കരയല്ലേ പൂമോനെ, എന്റെ കരളിന് കുളിരേകും തേൻമോനെ, കരുണാനീതി തന്ന പൊരുളല്ലേ, എന്റെ കണ്ണിൽ വെളിച്ചവും നീയല്ലേ. സന്തോഷമുണ്ടാകുമ്പോഴും സന്താപമുണ്ടാകുമ്പോഴും ഏത് സന്ദർഭത്തിലും നമ്മുടെ കിടക്കക്ക് തൊട്ടടുത്ത് വന്ന് അല്ലെങ്കിൽ നമ്മുടെ തൊട്ടിലിന്റെ കൈ പിടിച്ച് നമ്മുടെ ഉമ്മത് പാടിയിട്ടുണ്ടാവൂലേ. ആ സന്ദർഭത്തിൽ ആ മനസ്സിന്റെ ഒരു വല്ലാത്ത ആഹ്ലാദവും സന്തോഷവും അങ്ങേറ്റത്തെ പ്രതീക്ഷയും എന്തുകൊണ്ടാണ് കുട്ടികളെ നിങ്ങൾക്ക് മനസ്സിലാവാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് മനസ്സിലാകാതെ പോകുന്നത്? അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരു ജേർണലിസ്റ്റ് അനിത പ്രതാപിന്റെ ഒരു അനിത പ്രതാപ് ഐലൻഡ് ഓഫ് ബ്ലഡ് എന്ന ആത്മകഥ എഴുതിയ ഒട്ടേറെ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ഈ പ്രഗത്ഭയായ ജേർണലിസ്റ്റ് പറഞ്ഞു, ഒരുപാട് റിപ്പോർട്ടുകൾ എന്നെ പ്രശസ്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം, ആനന്ദം അനുഭവിച്ചത് ആദ്യ കുഞ്ഞിന് ജന്മം നൽകിയപ്പോഴാണ്. ഇതാണ് മാതൃത്വം എന്ന് പറയുന്നത്. ഇതാണ് മാതാക്കൾ. ആ മാതാക്കൾ കണ്ണില്ലാതെ ജനിക്കുന്ന കുട്ടികളുണ്ട്, കാതില്ലാതെ ജനിക്കുന്ന കുട്ടികളുണ്ട്, കൈയില്ലാതെ കാലില്ലാതെ ജനിക്കുന്ന കുട്ടികളുണ്ട്. പൊക്കിൽ കൊടിയില്ലാതെ ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ? ഈ ബന്ധം കൂട്ടുകാർ പറയുന്നതിനനുസരിച്ച്, കളിക്കൂട്ടുകാർ കളിയാക്കുന്നതിനനുസരിച്ച് അപ്പുറത്തോ ഇപ്പുറത്തോ ആളുകൾ കപടമായ സ്നേഹം പ്രകടിപ്പിക്കുമ്പോ വലിച്ചെറിയാൻ പറ്റുന്ന ഒന്നാണോ? ഒന്നോർത്തു നോക്കൂ നിങ്ങൾ. ജീവികളുടെ കൂട്ടത്തിൽ, ജന്തുക്കളുടെ കൂട്ടത്തിൽ സംസാരശേഷി അള്ളാഹു മനുഷ്യന് മാത്രമാണ് നൽകിയത്. ഹൈവാനുൻ നാത്തിഖ് എന്നാണ് മനുഷ്യനെ കുറിച്ച് പറയുക. സംസാരിക്കുന്ന ഒരേ ഒരു മൃഗം. നിങ്ങൾ ഓർത്തു നോക്കൂ കുട്ടികളെ. ജീവിതത്തിൽ ഓരോ മനുഷ്യനും ആ മനുഷ്യന്റെ ഭാഷ ഏതായാലും ശരി, ഈ സംസാരിക്കുമ്പോൾ ആദ്യം പുറത്തേക്ക് പ്രകടിപ്പിച്ച ശബ്ദം ഏതാണെന്നറിയാം? എന്ന് ഈ 2 ചുണ്ട് കൂട്ടി പിടിച്ചിട്ട് വിട്ടതാണ് ഉമ്മ. ഉമ്മ എന്ന് പറയാൻ, അമ്മ എന്ന് പറയാൻ, ഉമ്മ എന്ന് പറയാൻ, മാത എന്ന് പറയാൻ, മമ്മി എന്ന് പറയാൻ ഒക്കെ ഈ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് എന്ന ശബ്ദം ഉണ്ടാക്കണം. ലോകത്ത് നിങ്ങൾ എവിടെ പോയി നോക്കൂ, നമ്മളോട് ആദ്യം പടച്ചതമ്പുരാൻ പറയിപ്പിച്ചത് ഉമ്മ എന്ന് വിളിക്കാനാണ്. ആ ഉമ്മയോട് കാണിക്കേണ്ട സംഗതികളൊക്കെ ഉണ്ടാവണം. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു ചെല്ലണം മാതാക്കളുടെ അടുത്തേക്ക്. ഞങ്ങൾ അവിടെ നിന്നല്ലേ പോകുന്നത്, ആ മൂടിലല്ല, മറ്റൊരു മൂടിൽ. എന്നിട്ട് നിങ്ങൾ അവരെ ചിരിപ്പിക്കണം, ഉമ്മമാരുമായി കളിക്കണം, ഉമ്മമാരുമായി തമാശ പറയണം. ഉമ്മമാരോട് നിങ്ങൾ കൂട്ടുകാരോട് പെരുമാറുന്ന അതേ ഇന്റിമസിയിൽ തന്നെ പോകണം. സ്വർഗം തേടി ഹിജറ പോകുന്നവരുണ്ട് അന്യനാടുകളിലേക്ക്. മാതാവും പിതാവും നാട്ടിലുണ്ടായിരിക്കെ പുനരാലോചിക്കണം. ദഅവത്ത് എന്ന പേരിൽ ഊരു ചുറ്റുന്ന ആളുകളുണ്ട്. ഓരോ പേരും പറഞ്ഞിങ്ങനെ മാതാക്കളെയും പിതാക്കളെയും തനിച്ചാക്കി പോകുന്ന ആളുകളുണ്ട്. അഹ്സിൻ സുഹ്ബതഹുമ എല്ലാവർക്കും ബാധകമാണ്. മൻ അഹഖു ബിഹുസ്നി മുആമലതി ബിഹുസ്നി സുഹ്ബതി യാ റസൂലല്ലാഹ്. ഞാൻ ആരുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ സഹവസിക്കേണ്ടത് എന്നാണ്
സുഹ്ബത്തി എന്നതിനർത്ഥം ഞാൻ ആരോടൊപ്പമാണ് കൂടുതൽ ഉണ്ടാവേണ്ടത്, ഞാൻ ആരോടാണ് ഏറ്റവും നന്നായി പെരുമാറേണ്ടത്, അതാണ് എല്ലാവരും വിളിക്കുക. രണ്ടാമത്തത് ആദ്യം പറഞ്ഞത് അല്പ പ്രയാസമുള്ള കാര്യമാണ്, സുഹ്ബത്ത്. അതുകൊണ്ട് ഹദീസിലെ സുഹ്ബത്ത് മറക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ. മൻ അഹഖു ബിഹുസ്നി സുഹ്ബത്തി യാ റസൂലല്ലാഹ് ഉമ്മുക് സുമ്മ മൻ ഉമ്മുക് സുമ്മ മൻ ഉമ്മുക് സുമ്മ മൻ അബൂക്. വിശദീകരിക്കണ്ടല്ലോ. യമനിയായ ഒരു മനുഷ്യൻ അബ്ദുല്ലാഹിബിൻ ഉമർ കൂടി പങ്കെടുക്കുന്ന ഒരു തവാഫിൽ ഉമ്മയെയും വഹിച്ചുകൊണ്ട്, പ്രായമായ ഉമ്മയെ വഹിച്ചുകൊണ്ട് തവാഫ് നിർവഹിച്ചുകൊണ്ട് തിരിഞ്ഞെന്ന് കണ്ട് ചോദിച്ചു അബ്ദുല്ലാഹിബിൻ അത്തറാനി, നിങ്ങൾ കണ്ടില്ലേ ഞാൻ ചെയ്തത്? എന്റെ ഉമ്മ എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് അത് മതിയായോ എന്നാ? മതിയായില്ലെന്ന് മാത്രമല്ല, അവർ സഹിച്ച ഒരു നെടുവീർപ്പിന് പോലും അത് സമമാകുന്നില്ല. എത്രയെത്ര നെടുവീർപ്പുകളാണ്, എത്രയെത്ര കരയലുകളാണ്, എത്രയെത്ര പൊട്ടിത്തകരലുകളാണ് മാതാക്കൾ നമുക്ക് വേണ്ടി ഉണ്ടായിരിക്കുക. ആ മാതാക്കൾ ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ പോലും അവരോടും സാഹിബുഹുമാ ഫി ദുനിയ മഅറൂഫ എന്ന് വിശുദ്ധ ഖുർആൻ. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹ, ഞാൻ എൻ്റെ ഉമ്മയോട് നന്നായി പെരുമാറട്ടെ പ്രവാചകരെ, ഉമ്മ മുസ്ലിം ആയിട്ടില്ല, അതെ പെരുമാറണം എന്ന് പഠിപ്പിച്ചു. അങ്ങനെയൊക്കെയുള്ള ഒരു സംഗതിയിലാണ്. പക്ഷേ وإن جاهداك على أن تشرك بي ما ليس لك به علم فلا تطعهما. ശിർക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അനുസരിക്കേണ്ടതില്ല. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ പറഞ്ഞു, നീ ഈ മതം ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് മരിക്കും. ഉമ്മ, നിങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചു ഒന്നിനു പിറകെ ഒന്നായി ഇങ്ങനെ 100 ജന്മം ജനിച്ച് മരിച്ചാലും ഇല്ല, ഞാൻ ഈ തൗഹീദ് ഉപേക്ഷിച്ചു പോരുന്ന പ്രശ്നമില്ല എന്ന് തീർത്തു പറയുന്ന ഒരു മനസ്സ് അവിടെ കാണിക്കണം. ബാക്കിയുള്ള വിഷയങ്ങളിലൊക്കെയും ഉമ്മ ഏത് ആദർശമായാലും, ഏത് മതമായാലും, ഏത് ചിന്താഗതിയുള്ള ആളായാലും വസാഹിബുഹുമാ ഫി ദുനിയ മഅറൂഫ എന്ന് നമ്മുടെ മതം നമ്മോട് പറയുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും ആവർത്തിച്ച് ഓർമ്മയുള്ള ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാ വൽ അഖ്വാത്ത്, ഊസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചേർക്കാൻ ആവശ്യപ്പെട്ട ബന്ധങ്ങൾ, നിലനിർത്താൻ ആവശ്യപ്പെട്ട ബന്ധങ്ങൾ അതിശക്തമായി നിലനിർത്തിക്കൊണ്ടും ചേർത്തുകൊണ്ടും അള്ളാഹുവിന്റെ കൂലി കരസ്ഥമാക്കുകയും സ്വർഗത്തിലെത്തുകയും ചെയ്യുന്ന നല്ലവരിൽ ഉൾപ്പെടാൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒന്നുകൂടെ ഞാൻ ഓർക്കുന്നു. വൃദ്ധസദനങ്ങൾ പെരുകി വരുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നു. നമ്മുടെ നാട്ടിലേക്ക് അത് വന്നിട്ടില്ല, ഇരച്ചു കയറിയിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും വൃദ്ധസദനത്തിലെ ജീവിതത്തിന് സമാനമായ ജീവിതങ്ങൾ പല ഇരുട്ടറകളിലും വീടുകളിലുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് വളരെ വിനയത്തോടു കൂടി ആവശ്യപ്പെടുകയാണ്. വൃദ്ധസദനത്തിൽ അച്ഛനെ ചേർത്ത് വരുന്ന മകനോട് അയാളുടെ മകൻ ചോദിക്കുന്ന ഒരു ചോദ്യം പ്രസക്തമാണല്ലോ. ആരായിരിക്കും മുത്തച്ഛനെ നോക്കുക? അത് പ്രായമാരുണ്ടാവുമല്ലോ, വിഷമിക്കണ്ട. അപ്പൊ അച്ഛ കുറെ പ്രായമാകുമ്പോൾ എനിക്കും ഇങ്ങനെ ചെയ്താൽ മതിയല്ലേ? കുട്ടികൾ നമ്മുടെ വീടുകളിൽ നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് അവർ കണ്ടുപിടിക്കുകയാണ്. ഇത് ഓർമ്മ വേണം എന്നാണ് ചുരുക്കി പറയാനുള്ളത്. അമേരിക്കയിലെ വളരെ പ്രശസ്തമായ IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന ദമ്പതികൾ കേരളത്തിൽ അവർ കാണിച്ച അബദ്ധമുണ്ട്. ഭാര്യാസമേതം 20 കൊല്ലമായി അവരോട് താമസിക്കുന്നു. നമ്മുടെ നാട്ടിലുണ്ടായ കഥയാണ്, നിങ്ങൾ മറന്നുപോകാത്തത്. 4 വർഷം മുമ്പ് അച്ഛൻ മരിച്ചുപോയി. പിന്നെ അമ്മ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ ജീവിക്കണം. 1.5 കൊല്ലമായി തിരക്ക് കാരണം ഫോൺ ചെയ്യാതിരിക്കുക, ഒരമ്മ മാത്രം. നമ്മുടെ നാടിൻ്റെ ഒരു നേർചിത്രമാണ്. അവസാനം ഒരു വിമാനം കയറി വന്ന് നോക്കുമ്പോൾ മുട്ടി വിളിച്ചിട്ട് ആ ഡോർ തുറക്കാത്തതുകൊണ്ട് ചവിട്ടിപ്പൊളിച്ച് കിടന്നപ്പം ഒരു അസ്ഥികൂടം കാണാനായി എന്നത് നമ്മുടെ നാട്ടിലുണ്ടായ സംഭവമല്ലേ? അങ്ങനെ എത്ര സംഭവങ്ങൾ.
ആ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോഴും നമ്മളിങ്ങനെ പലതും 8ഉം 9ഉം ഒക്കെ മക്കളുണ്ടായാലും ഇങ്ങനെ പീഡികത്തെണ്ണയിൽ കിടന്ന് മരിക്കേണ്ട അവസ്ഥ ഇപ്പോഴുമുണ്ട്. ഇതിനൊക്കെ ഓരോ സംവിധാനങ്ങളുണ്ട്. കോഴിക്കോടൊക്കെ പോയി നോക്കിയാൽ സംവിധാനം എത്ര ആളുകളെയാണ് അങ്ങനെ സംരക്ഷിക്കപ്പെടുന്നത്. എത്രയെത്ര കേന്ദ്രങ്ങളാണ് ഇതിൽ വൃദ്ധസദനം എന്ന് പേര് കൊടുക്കാതെ ഇപ്പോഴും ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കണം, സഹോദരന്മാരെ, കല്യാണം കഴിച്ച സഹോദരന്മാരെ, പ്രിയപ്പെട്ട അനിയന്മാരെ, സുഹൃത്തുക്കൾ, ഒന്നാലോചിക്കുക. നമ്മളുടെ കല്യാണം നടക്കുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പ്, ആ കല്യാണം വർഷങ്ങൾക്ക് മുമ്പ് അതൊരു സ്വപ്നമായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്നു ആ ഉമ്മ. എന്നിട്ട് ഈ കല്യാണത്തിന് വേണ്ടി ഒരുക്കങ്ങളിലൊക്കെ അവരുണ്ടായിരുന്നു. ആഴ്ചകൾക്ക് മുമ്പ് അവിടെ ഭയങ്കര ജഗപുകയായി ഡ്രസ്സ് എടുക്കാനും സംഗതികൾ എടുക്കാനും ആളുകൾ വിളിക്കാനും ഒക്കെ ഓടി നടന്ന് എങ്ങനെയായിരിക്കും എൻ്റെ മരുമകളെ ഞാൻ സ്വീകരിക്കുക എന്നത് ആലോചിച്ചുറപ്പിച്ച് ഒരുപാട് റിഹേഴ്സലൊക്കെ ആരും കാണാൻ നടത്തിയിട്ട് വളരെ സ്നേഹത്തോടുകൂടി കൈപ്പിടിച്ച് കൊണ്ടുവന്നതാണ് നമ്മളുടെയൊക്കെ ഭാര്യമാര്. ആ ഭാര്യമാരാണോ പിന്നീട് ഉമ്മയെയും നമ്മളെയും തമ്മിൽ അകറ്റിയത് എന്ന് പരിശോധിക്കണം. അതുകൊണ്ട് ഭാര്യമാർക്ക് വേണ്ടിയാണോ ഉമ്മമാരെ അകറ്റുന്നത് എന്ന് പരിശോധിക്കണം എന്നർത്ഥം. ഒരു സംഭവം സൗദി അറേബ്യയിൽ രേഖപ്പെടുത്തിയല്ലോ മുമ്പ്. ഹൈസാൻ അൽ ഫുഹൈലി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കേസ് കൊടുത്തു കോടതിയിൽ. സഹോദരനെതിരെ 105 വയസ്സായ ഉമ്മയെ പരിചരണത്തിന് എനിക്ക് നോക്കാൻ തരണം എന്ന് ആ കേസ് അയാൾക്കെതിരായി വിധിച്ചപ്പോ അവിടെ താടിരോമങ്ങൾ നനയുമാറി കരഞ്ഞ ആ സംഭവമാണ് മീഡിയ ചർച്ച ചെയ്തിരുന്നത്. അകറ്റുകയാണ് പലരും, ഉന്തി അങ്ങോട്ടാക്കി കൊടുക്കുകയാണ്. അവിടെയാണ് ഇസ്ലാം പഠിപ്പിച്ച ഇത്ര കാലം അവരാണ് നോക്കിയത്. എനിക്കും വേണ്ടേ സ്വർഗത്തിൽ അതിന്റെ കൂലി എന്ന് ചോദിക്കുന്ന ഒരു ആദർശമുണ്ട്. ആ ആദർശം തന്നെയാണ് ഞാനും നിങ്ങളുമൊക്കെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്. ഉമ്മയെ ഭർത്താവിൽ നിന്ന് അകറ്റാൻ കാരണക്കാരിയായ ഭാര്യമാരോടും അതുപോലെ തന്നെ മക്കളോടും ഒറ്റ കാര്യം സൂചിപ്പിക്കണം. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ പൂർണ്ണമായി സ്നേഹിക്കണമെങ്കിൽ, പെൺകുട്ടികളെ ഈ ശബ്ദം നന്നായി കേട്ടു, ഒരു ഭർത്താവ് നിങ്ങളെ പൂർണ്ണമായി സ്നേഹിക്കണമെങ്കിൽ ആ ഭാര്യ തൻ്റെ ഉമ്മയെ സ്നേഹിക്കുന്നുണ്ടെന്ന് അയാൾക്ക് ശരിക്കും ബോധ്യം വരണം. അല്ലെങ്കിൽ അയാൾക്ക് നിങ്ങളെ നന്നായി സ്നേഹിക്കാൻ കഴിയില്ല. ഒരു മകൻ ഉമ്മയെ സ്നേഹിക്കണമെങ്കിൽ, തിരിച്ചും ഒരു മകൻ ഉമ്മയെ സ്നേഹിക്കണമെങ്കിൽ അവന്റെ ഭാര്യയെ ഉമ്മ മകളായി സ്നേഹിക്കുക തന്നെ വേണം. ഇത് രണ്ടും തോറ്റുപോകുന്നിടത്ത് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് ഉമ്മയെ ഓർത്തിരുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട അനിയന്മാരെ, ആ ഉമ്മയുടെ ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. സ്കൂളിലേക്ക് പോകുന്ന കൗമാരപ്രായത്തിലുള്ള യുവത്വത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആളുകൾ കാണിക്കുന്ന അനർത്ഥങ്ങൾ കൊണ്ട് നിറയുകയാണ് ചർച്ചകൾ. ഉമ്മ ചോദിച്ചിരുന്നു നിങ്ങളോട്, എങ്ങോട്ടാണ്, എന്താണ് പരിപാടി, ആരുടെ കൂടെയാണ് നീ പോകുന്നത്, എപ്പോൾ നീ തിരിച്ചു വരും? ഈ ഒരു 4-5 ചോദ്യങ്ങൾ ചോദിക്കാതെ ആ ഉമ്മ നിങ്ങളെ പടിയിറക്കി വിടാറില്ല. എന്തിനാ നിങ്ങൾക്ക് ഇത്ര ടെൻഷൻ എന്നല്ല അതിന്റെ മറുപടി. ആ സമയത്ത് നിശബ്ദമായി നിന്ന് നോക്കിയാൽ ആ ഉമ്മയുടെ മനസ്സ് പിടക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാനാവില്ലേ? പ്രിയപ്പെട്ട അനിയന്മാരെ, അനിയത്തിമാരെ, ആരാടി ഫോണിൽ? എന്താണ് നിനക്ക് ഇത്ര സംസാരിക്കാൻ? എന്താണ് ഞങ്ങളൊന്നും അറിയാത്ത ഈ റിലേഷൻ ആരുമായിട്ടാണ്? നീ എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കുന്ന നല്ല സ്വകാര്യമുണ്ടോ മോളെ എന്ന് കെഞ്ചി ചോദിക്കാറല്ലേ ഉമ്മമാർ? ആ സമയത്ത് ഉമ്മയാണത് എന്ന വികാരം എന്തുകൊണ്ടാണ് അനിയത്തി മനസ്സിലേക്ക് കടന്നു വരാത്തത്? ആ ഉമ്മ
കോടതി വരാന്തയിൽ പിന്നെ വാവിട്ട് കരയേണ്ടി വരുന്നാൽ ഒരൊറ്റ കാര്യമേ എന്റെ പ്രിയപ്പെട്ട അനിയന്മാരും അനിയത്തിമാരും മനസ്സിൽ വെക്കേണ്ടതുള്ളൂ. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ആ മാതാക്കളുടെ കാൽക്കീഴിൽ മാത്രമാണ് നിങ്ങളുടെ സ്വർഗമുള്ളത്. മറ്റൊന്ന് റിളർ റബ്ബ് ഫീ റിളൽ വാലിദൈൻ വസഖ്തു റബ്ബ് ഫീ സഖ്തിൽ വാലിദൈൻ. നിങ്ങൾ എന്തൊക്കെ ആരാധനകളോ എന്തൊക്കെ സൽക്കർമ്മങ്ങളോ ജീവിതത്തിൽ കാണിച്ചിട്ടും ഒരു കാര്യവുമില്ല. അള്ളാഹുവിന് നിങ്ങളോട് റിളയുണ്ടാകണമെങ്കിൽ മാതാവിനും പിതാവിനും രണ്ടുപേർക്കും നിങ്ങളോട് റിളയുണ്ടാകണം. നിങ്ങൾക്ക് മാതാപിതാക്കൾ ആർക്കെങ്കിലും നിങ്ങളോട് അങ്ങേയറ്റത്തെ വെറുപ്പുണ്ടെങ്കിൽ, സങ്കടമുണ്ടെങ്കിൽ വിഷമമുണ്ടെങ്കിൽ അള്ളാഹുവിന് നിങ്ങളോട് വെറുപ്പായിരിക്കും. ഈ ഒരൊറ്റ കാര്യം മനസ്സിൽ വെക്കണമെന്നാണ് പ്രിയപ്പെട്ട എന്റെ അനിയന്മാരോടും അനിയത്തിമാരോടും സൂചിപ്പിക്കാനുള്ളത്. എങ്ങനെയാണ് ഒരു കോടാലിയെടുത്ത് ഉമ്മയെ വെട്ടാൻ ഒരു മനുഷ്യനാവുക? എങ്ങനെയാണ് ഒരു ഭാര്യയും ഒരു ബാപ്പയും ഉമ്മയും ഉണ്ടായിരിക്കെ യാതൊരു കുഫുമില്ലാത്ത ഉക്കാത്ത ഏതെങ്കിലും ചെറുക്കന്റെ കൂടെ ഒരു പെൺകുട്ടിക്ക് ഇറങ്ങിപ്പോകാനാവുക? എങ്ങനെയാണാവുക? എന്തുകൊണ്ടാണ് ഈ നിങ്ങൾ തന്നെ തട്ടിക്കൂട്ടിയുണ്ടാക്കുന്ന വിവാഹങ്ങൾ വളരെ പെട്ടെന്ന് പൊളിഞ്ഞ് പാളീസായി പോകുന്നത്? പഠിച്ച ആൾക്കാർ പറഞ്ഞു, ഒന്ന് ആ കല്യാണത്തോടു കൂടി ഡോപ്പമിന്റെ ഉൽപാദനം കുറയുന്നു, യാഥാർത്ഥ്യബോധത്തിലേക്ക് വരുമ്പോ തകർന്നു പോകുന്നു. ഒരു കാര്യം നിങ്ങൾ പഠിക്കണം, പ്രത്യേകിച്ച് ഉമ്മ മാതാപിതാക്കളുടെ ആശീർവാദവും അനുമോദനവും അതുപോലെ തന്നെ പ്രാർത്ഥനയും തൃപ്തിയും ഇല്ലാത്തതാണ് അതിന്റെ കാരണമെന്ന് പഠനങ്ങൾ സഹിതം തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളോട് നല്ല ഉത്തരവാദിത്വം കാണിച്ചുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്ന നല്ല മക്കളാക്കി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മൾ കിഡ്നി പേഷ്യൻസിന് വേണ്ടിയുള്ള കലക്ഷനാണ് എടുക്കുന്നത്. അതിന്റെ ഗൗരവം മനസ്സിലാക്കി നന്നായി സംഭാവന അർപ്പിക്കണം എന്നുണർത്തുകയാണ്. നമ്മുടെ മദ്രസയുടെ നേരത്തെ പറഞ്ഞിരുന്ന ജോലി ആരംഭിക്കുന്നുണ്ട്. അതിന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ സംഭാവനകൾ നെയ്യത്ത് വെച്ച ആളുകൾ, അതിൻ്റെ സംഘാടകരായ ആളുകളുമായി ബന്ധപ്പെട്ട് അത് ഏൽപ്പിക്കാൻ സമയമായിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാളെ 2:30 പരപ്പനങ്ങാടി NGM ശാഖയുടെ ഒരു ക്ലാസ് മേലെ വീട്ടിൽ അബ്ദുൽ നാസർ സാഹിബിൻ്റെ വസതിയിൽ വെച്ച് നടക്കുന്നുണ്ട്. അത് കുടുംബസമേതം പങ്കെടുക്കാൻ NGM നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള ജാഗ്രതയും അതുപോലെ തന്നെ ഉത്സാഹവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിൽ ഇട്ട് തീരുമാനമാകട്ടെ. മാതാപിതാക്കളോട് നന്നായി പെരുമാറുന്ന സന്താനങ്ങളായി അള്ളാഹു നമ്മളെ പരിവർത്തിപ്പിക്കുമാറാകട്ടെ. ആ വഴിയിൽ നമ്മൾ കാണിച്ച വീഴ്ചകൾ, വന്നുപോയ പിഴവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തീരുമാനമാകട്ടെ. നമ്മളുടെ കൂട്ടത്തിൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളിയുമായി നന്നായി സഹകരിക്കുന്ന ഒരു സഹോദരിയുടെ പിതാവ്, ഒരു സഹോദരൻ്റെ ഭാര്യാപിതാവ് മരണപ്പെട്ട് പോയിട്ടുണ്ട് ഈ കഴിഞ്ഞ ജുമഅക്ക് ശേഷം. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദോഷങ്ങളെല്ലാം വിട്ടുകൊടുത്തും മാപ്പാക്കി കൊടുത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മയും അവരെയും സ്വർഗലോകത്ത് അല്ലാഹു ഒന്നിപ്പിക്കുമാറാകട്ടെ. മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രത്യേകിച്ച് സഹോദരിമാരുടെ കൂട്ടത്തിൽ അല്ലാഹു അവർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.